അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മക്കൾക്ക് മാക്സിമം സ്വത്ത് അല്ലെങ്കിൽ പരമ്പരാവകാശികൾക്ക് മാക്സിമം വിട്ടിട്ട് പോവുക. കുറച്ചൊക്കെ സദക്ക ചെയ്താൽ മതി. ഈ മക്കൾക്ക് വിട്ടിട്ട് പോകുന്നതും സദക്ക തന്നെയാണ്. സമ്പത്തിൻ്റെ 1/3 ദാനമായി വിൽപത്രം എഴുതുന്നു. അൽ വസിയ്യത്തി ബിസ്സുലുസ്. അൽ ഹസൻ പറയുന്നു, ഒരു ദിമ്മി, അതായത് മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ, അയാൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ അമുസ്ലിമായി ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ആളെയാണ് ഈ ദിമ്മി എന്ന് പറയുന്നത്. ജിസിയ കൊടുക്കേണ്ടുന്ന ആൾ മുസ്ലിമല്ല, അയാളുടെ സ്വന്തം മതം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മതം അനുസരിച്ച് ജീവിക്കുന്നു. ക്രിസ്ത്യാനിയോ യഹൂദിയോ ഹിന്ദുവോ എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ആളെയാണ് ദിമ്മി എന്ന് പറയുന്നത്. അപ്പോൾ പട്ടാളം, പോലീസ്, ഇങ്ങനെയുള്ള സകല സംരക്ഷണവും അവർക്ക് കിട്ടുന്നുണ്ട്. അതിർത്തി ഇതൊന്നും അവരറിയണ്ട. സ്വന്തം കാര്യം ചെയ്ത് ബിസിനസ് ചെയ്ത് ജീവിച്ചാൽ മതി. അവരുടെ അമ്പലത്തിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിച്ച് സുഖമായി ജീവിക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ സർക്കാർ നോക്കിക്കോളും. അങ്ങനെയുള്ള ഒരു ആൾ 1/3 കൂടുതൽ ദാനമായി എഴുതി വയ്ക്കാൻ പാടില്ല. അള്ളാഹു അസ്സവജൽ പറയുന്നു, അതുകൊണ്ട് നീ വിധി പറയുക അല്ലെങ്കിൽ നിയമം പറയുക അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്കിടയിൽ അള്ളാഹു എന്താണോ നിനക്ക് ഇറക്കിത്തന്നത് അതുകൊണ്ട്. 5-ാമത്തെ സൂറത്ത് 49-ാമത്തെ ആയത്ത്. വഖാലൽ ഹസനു ലാ യജൂസു ലിദ്ദിമ്മി വസിയ്യത്തുൻ ഇല്ലാ ബിസ്സുലുസ് വഖാലല്ലാഹു അസ്സവജല്ല വഅനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്. അൽ മാഇദ 49. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ ആളുകളോട് ശുപാർശ ചെയ്യാറുണ്ട്, ദാനമായി കൊടുക്കണം എന്ന് വസിയ്യത്ത് എഴുതി വയ്ക്കുന്നത് 4/1 ചുരുക്കണം എന്ന്. അതായത് നിങ്ങൾക്കുള്ള മൊത്തം സമ്പത്തിൻ്റെ 4/1. മുമ്പുള്ള ഹദീസിൽ റസൂല് 3/1 സമ്മതിച്ചിട്ടുണ്ട് എങ്കിലും 3/1, പക്ഷെ 3/1 വളരെയധികമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3/1 കൊടുക്കേണ്ട കാര്യമില്ല, 4/1 മതി എന്നാണ് ഇബ്നു അബ്ബാസിൻ്റെ വിധി. عن ابن عباس رضي الله عنهما قال لو غض الناس إلى الربع لأن رسول الله صلى الله عليه وسلم قال الثلث والثلث كثير. സഅദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ ഒരിക്കൽ രോഗിയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കാണാൻ വന്നു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, ഈ ഭൂമിയിൽ എന്നെ മരിപ്പിക്കരുത് എന്ന്, അതായത് ഞാൻ ഹിജ്റയിൽ മരിപ്പിക്കരുത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു നിനക്ക് ആരോഗ്യവും നിന്നിൽ നിന്ന് ആളുകൾക്ക് ഉപകാരവും ഉണ്ടാക്കട്ടെ. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വിൽപത്രം എഴുതണം, എനിക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ, എൻ്റെ സമ്പത്തിൻ്റെ പകുതി ദാനമായി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പകുതി എന്ന് പറയുന്നത് വളരെ അധികമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ ഞാൻ 3/1 കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു 3/1, പക്ഷേ 3/1 കൂടുതലാണ്. ഹദീസിൻ്റെ റിപ്പോർട്ടർ പറയുന്നു, അതുകൊണ്ട് ആളുകൾ അങ്ങനെ അങ്ങോട്ട് 3/1 സ്വത്ത് മുഴുവൻ ദാനമായി വസിയ്യത്തിൽ തന്നെ അല്ലെങ്കിൽ വിൽപത്രത്തിൽ തന്നെ എഴുതാൻ തുടങ്ങി. അതങ്ങനെ ഒരു ശീലമായി മാറി. അൻ ആമിർ ബിൻ സഅദിൻ അൻ അബീഹി റളിയല്ലാഹു അൻഹു ഖാല മരിത്തു ഫഅദാനി അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു യാ റസൂലല്ലാഹ് യദുല്ലാഹ അല്ലാ യറുദ്ദനി അലാ അഖിബി ഖാല ലഅല്ലല്ലാഹ യർഫഉക വയൻഫഉ ബിക നാസൻ فقلت أريد أن أوصي وإنما لي ابنة فقلت أوصي بالنصف قال النصف كثير قلت فالثلث قال الثلث والثلث كثير أو كبير قال ഫൗസന്നാസു ബിസ്സുലുസി ഫജാസ ദാലിക ലഹും. വസിയ്യത്ത് അല്ലെങ്കിൽ വിൽപത്രം ഉണ്ടാക്കുന്ന ആൾ അല്ലെങ്കിൽ ആരാണോ എഴുതുന്നത് അയാൾ പറയുകയാണ് അത് നടപ്പിലാക്കേണ്ട ആളോട്. അപ്പോൾ ഒരു അടുത്ത ബന്ധുവോ അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു നിയമജ്ഞനോ ആരെങ്കിലും, ഇപ്പോൾ നമ്മൾ സാധാരണ വിൽപത്രം എഴുതിയാൽ വീട്ടിലുള്ള അടുത്തൊരു കാർന്നവരെ ഏൽപ്പിക്കുക, അതല്ലെങ്കിൽ വക്കീലിനെ ആയിരിക്കും ഏൽപ്പിക്കുക. എഴുതുന്ന ആൾ അത് നടപ്പിലാക്കേണ്ട ആളോട് പറയുകയാണ്, എൻ്റെ മകനെ നോക്കിക്കൊള്ളണം. അതിൽ നിന്ന് അത് നോക്കി നടത്തുന്ന ആൾക്ക് എന്തെങ്കിലും എടുക്കാമോ അല്ലെങ്കിൽ എന്താണ് എടുക്കാവുന്നത്, അത് എന്തുമാത്രം അനുവദനീയമാണ്. ഖൗലുൽ മൂസി ലിൽ വസിയ്യതി താഹദ് ലി വലിദ വമാ യജൂസു ലിൽ വസിയ്യി മിനദ്ദഅവി. ആയിഷ റളിയല്ലാഹു അൻഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ വിശദീകരിക്കുന്നു, ഉത്ബ ബിൻ അബി വഖാസ് അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സഅദ് ബിൻ അബി വഖാസിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞു, അടിമ സ്ത്രീയായ സമ, അവരുടെ ആൺകുട്ടി എന്ന് പറയുന്നത് എൻ്റെ മകനാകുന്നു, പക്ഷേ തെറ്റായ രീതിയിലുണ്ടായ മകനാകുന്നു. അപ്പോൾ വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്, ശരിക്കുള്ള അല്ല. നീ ആ കുട്ടിയെ നിൻ്റെ കസ്റ്റഡിയിൽ എടുത്ത് വളർത്തണം. അപ്പോൾ മക്കം ഫത്തേഹിൻ്റെ സമയത്ത് സഅദ് ആ കുട്ടിയെ എടുത്തു. എന്നിട്ട് പറഞ്ഞു, അതായത് ചിലപ്പോൾ ആ കുട്ടി അപ്പോൾ മക്കയിൽ അറിഞ്ഞിരിക്കും, ഇതെൻ്റെ സഹോദരൻ്റെ
പുത്രനാണ്. എൻ്റെ സഹോദരൻ എന്നെ അവനെ നോക്കാൻ ഏൽപ്പിച്ചതാണ്. അബ്ദുബിന് സമായ എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ സഹോദരനാണ്. എൻ്റെ പിതാവിൻ്റെ അടിമസ്ത്രീയിൽ ഉണ്ടായതാണ്. എൻ്റെ പിതാവിൻ്റെ കിടക്കയിലാണ് അവനുണ്ടായത്. പിതാവിൻ്റെ കിടക്കയിൽ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഭാര്യയാണ് ഈ സ്ത്രീ, അടിമസ്ത്രീ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. പിതാവിൻ്റെ വീട്ടിൽ, പിതാവിൻ്റെ മുറിയിൽ അല്ലെങ്കിൽ പിതാവിൻ്റെ കിടക്കയിൽ ഉണ്ടായ കുട്ടിയാണ്. അതുകൊണ്ട് ഇതെൻ്റെ സഹോദരനാണ്. അപ്പോൾ ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ പിതാവിൻ്റെ അടിമസ്ത്രീയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടി ഉണ്ടായി. അതാണ് തെറ്റായ രീതിയിലുള്ളതാണെന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ ആളുടെ വാദം എന്ന് പറയുന്നത് എൻ്റെ സഹോദരനാണ്, എനിക്ക് തരണം. ആദ്യത്തെ ആൾ പറഞ്ഞു എൻ്റെ സഹോദരൻ്റെ മോനാണ് എനിക്ക് തരണമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോയി. സാദ് പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലെ, ഇതെൻ്റെ സഹോദരൻ്റെ പുത്രനാണ്. എൻ്റെ സഹോദരൻ എന്നെ അത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് എനിക്ക് തരണം. അപ്പോൾ അബ്ദുബിന് സമായ എഴുന്നേറ്റ് നിന്ന് വന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ സഹോദരനാണ്, എൻ്റെ പിതാവിൻ്റെ അടിമസ്ത്രീയുടെ മകനും ആണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലേ അബ്ദുബിന് സമായ, ഈ കുട്ടി നിനക്കുള്ളതാകുന്നു. ഒരു കുട്ടി ഏത് കിടക്കയിലാണോ അല്ലെങ്കിൽ വിരിപ്പിലാണോ ജനിച്ചത് അയാളുടേതാകുന്നു, അല്ലെങ്കിൽ അതാണ് അവൻ്റെ വീട്. എവിടെയാണോ കുട്ടി ജനിക്കുന്നത് അതാണ് അവൻ്റെ വീട്. അപ്പോൾ പിതാവിൻ്റെ വീട്ടിലാണ് ജനിച്ചതെങ്കിൽ അവൻ പിതാവിൻ്റെ കുട്ടിയാണ് നിയമം അനുസരിച്ച്. വ്യഭിചാരം ചെയ്തവന് കല്ലാകുന്നു, അതായത് കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാകുന്നു. അത് കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗദ ബിന്തു സമാഇനോട് പറഞ്ഞു, നീ ഈ കുട്ടിയിൽ നിന്നും മറഞ്ഞു നിൽക്കണം. അതായത് ഈ കുട്ടിയെ കാണുമ്പോൾ പർദ്ദ ഉണ്ടായിരിക്കണം. ദുബൈയുമായി ആ കുട്ടിക്ക് ഭയങ്കര രൂപസാദൃശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിനക്ക് ഈ കുട്ടി ബന്ധുവൊന്നുമല്ല, അതായത് വിവാഹം അനുവദനീയമായ ആളാണ്, അതുകൊണ്ട് പർദ്ദയിലായിരിക്കണം എന്ന് റസൂൽ സ്വന്തം ഭാര്യയോടാണ് പറഞ്ഞത്. അന്ന് മുതൽ ആ കുട്ടി സൗദയെ മരണം വരെ കണ്ടിട്ടില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റസൂലിൻ്റെ ഭാര്യയുടെ മരണത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെയൊക്കെ ഉമ്മയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാവ്. عن عائشة رضي الله عنها زوج النبي صلى الله عليه وسلم أنها قالت كان عتبة ابن أبي وقاص عاهد إلى أخيه سعد بن أبي وقاص أن ابن وليدتي زمت مني فاقبله إليك فلما كان عام الفتح أخذه سعد فقال ابن أخي قد كان عاهد إلي فيه فقام عبد بن زمت فقال أخي وابن أمة أبي ولد على فراشه فتسابقا إلى رسول الله صلى الله عليه وسلم فقال سعد يا رسول الله ابن أخي كان عاهد إلي فيه فقال عبد بن زمعة هو أخي وابن وليدة أبي فقال رسول الله صلى الله عليه وسلم هو لك يا عبد بن زمعة هو الولد للفراش وللآخر الحجر ثم قال لسودة بنت زمعة احتجبي منه لما رأى من شبهه بعتبة فما رآها حتى لقي الله. ഒരു രോഗിയായ ഒരു മനുഷ്യൻ, മരണാസന്നനായ ഒരാൾ തലയാട്ടുകയോ അല്ലെങ്കിൽ ആംഗ്യത്തിലൂടെയോ ഒരു അടയാളം തരുന്നു. ആ അടയാളം മതിയായ തെളിവാണോ? ഇദാ ഔമ അൽ മരീദു ബിറഅസിഹി ഇശാറത്തൻ ബയ്യനത്തൻ തുറഫു. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു യഹൂദി പെൺകുട്ടിയുടെ തല 2 കല്ലുകൾ ഉപയോഗിച്ച് തകർത്തു. ആ കുട്ടിയോട് ചോദിച്ചു, ആരാണിത് നിന്നോട് ചെയ്തത്? ഇന്ന ആളാണോ എന്ന് ചോദിച്ചു. ഇന്ന ആളാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പല പേരുകളും മാറി മാറി ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം ആ യഹൂദിയുടെ പേര് പറഞ്ഞു. അപ്പോൾ അവൾ പതുക്കെ അനക്കി അത് ആണ് എന്ന് സമ്മതിച്ചു. അങ്ങനെ യഹൂദിയെ കൊണ്ടുവന്നു ചോദ്യം ചെയ്തു. അവൻ അവസാനം കുറ്റം സമ്മതിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ തല അതുപോലെ തന്നെ കല്ലുകൊണ്ട് ഇടിച്ച് ചതയ്ക്കാൻ ഉത്തരവിട്ടു. 2513 നമ്മളിത് കണ്ടതാണ്. അനസ് റളിയല്ലാഹു അൻഹു അന്ന യഹൂദിയൻ അദ്ദ റഅസ ജാരിയത്തിൻ ബൈന ഹജറൈനി ഫഖീല ലഹാ മൻ ഫഅല ബിക്കി അഫുലാനുൻ ഔ ഫുലാനുൻ ഹത്ത സുമ്മിയൽ യഹൂദിയു ഫഔമഅത് ബിറഅസിഹാ ഫജീഅ ബിഹി ഫലം യസൽ ഹത്ത ഇഅ്തറഫ ഫഅമറ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറുദ്ദ റഅസുഹു ബിൽ ഹിജാറത്തി. പാരമ്പര്യാവകാശം ഉള്ള ഒരാൾ, നിയമപരമായി മക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതായത് ഒരാളുടെ സ്വത്തിൽ അവകാശം ഉള്ള ഒരു ആൾക്ക് വിൽപത്രത്തിലൂടെ ആ സമ്പത്ത് കയ്യാളാൻ അല്ലെങ്കിൽ അധികാരപ്പെടുത്താൻ പറ്റില്ല. ലാ വസിയ്യത ലിവാരിസി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, പണ്ട് കാലങ്ങളിലുള്ള രീതിയായിരുന്നു, അതായത് മരിച്ച ആളുടെ സ്വത്ത് മുഴുവൻ അയാളുടെ മക്കൾ, സന്താനങ്ങൾ
വീതം വെച്ച് എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കൈയാളുക എന്നുള്ളത്. പക്ഷെ മരിച്ചയാളുടെ മാതാപിതാക്കൾക്കാണെങ്കിൽ അവർ മരിച്ച ആളുടെ വിൽപത്രം അനുസരിച്ചിട്ടാണ് അധികാരം അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് കിട്ടിയിരുന്നത്. ഇപ്പം മക്കൾ മരിക്കുകയാണ്, അപ്പോൾ വാപ്പാക്കും മകൻ എന്തെങ്കിലും വേണമെങ്കിൽ അന്നത്തെ രീതിയിൽ വിൽപത്രം വേണമായിരുന്നു. അതില്ലെങ്കിൽ ആ സ്വത്ത് മുഴുവൻ മക്കൾക്ക് പോവും, മാതാപിതാക്കൾക്ക് കിട്ടില്ല. ആ പഴയ രീതി നിർത്തലാക്കി അള്ളാഹു അത് ക്യാൻസൽ ചെയ്തു. പകരം അള്ളാഹു ആണുങ്ങൾക്ക് ഇരട്ടിയും പെണ്ണുങ്ങൾക്ക് പകുതിയും ആയി തീരുമാനിച്ചു. ഓരോ മാതാവിനും പിതാവിനും 1/6 വീതം തീരുമാനിച്ചു. ഭാര്യയ്ക്ക് 8/1 തീരുമാനിച്ചു, അല്ലെങ്കിൽ 4/1. ഭർത്താവിന് പകുതിയോ 4/1 ആയി തീരുമാനിച്ചു. വിശദീകരണത്തിൽ പറയുന്നു, ഇസ്ലാമിൽ ആരെങ്കിലും മരിച്ചാൽ അയാളുടെ സമ്പത്ത് മുഴുവൻ ആളുടെ പരമ്പര അവകാശികളിലേക്ക് വീതം വെച്ച് കൊടുക്കുന്നതായിരിക്കും. അതിന് പ്രത്യേക കണക്കുണ്ട്. ആ കണക്കനുസരിച്ചാണ് അത് കൊടുക്കുന്നത്. ആൾക്ക് വിൽപത്രത്തിൽ 1/3 അതിൽ താഴെയോ മറ്റേതെങ്കിലും ആളുകൾക്ക് കൊടുക്കണം എന്ന് വേണമെങ്കിൽ എഴുതി വയ്ക്കാവുന്നതാണ്. ഈ പറയുന്ന അവകാശികളായ ആൾക്ക് വിൽപത്രത്തിൻ്റെ ആവശ്യം ഇല്ല. അതായത് ഇപ്പോൾ അവിടുത്തെ എത്തീങ്ങാനയ്ക്ക് 1/3 കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ 4/1 കൊടുത്തിരിക്കുന്നു. ബാക്കിയുള്ളത് മാത്രമേ പാരമ്പര്യ സ്വത്തായി പോവുകയുള്ളൂ. 3/1 വരെ കൊടുക്കാൻ നമ്മളത് കണ്ടു. 3/1 തന്നെ വളരെ അധികമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇബ്നു അബ്ബാസ് 4/1 ആക്കി അത് ചുരുക്കി ഉറപ്പിച്ചു വെച്ചിരുന്നു. അതിൽ കൂടുതൽ ചെയ്യരുതെന്ന് പലരോടും പറയാറുണ്ടായിരുന്നു, വിധി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടി നമുക്ക് 4/1 എന്ന് പറയാം. ഇപ്പോൾ നാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടി എൻ്റെ സ്വത്തിൻ്റെ 4/1 കൊടുക്കണം എന്ന് വേണമെങ്കിൽ വിൽപത്രം എഴുതി വയ്ക്കാവുന്നതാണ്. ബാക്കിയുള്ള 3/4 ഭാഗം സ്വത്ത് ഈ പറയുന്ന കണക്കിൽ അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് വീതം വയ്ക്കുന്നത്. അത് വിൽപത്രത്തിൽ പറയുന്ന പോലെയല്ല. മൂത്ത മോന് 3/4 ഭാഗം കൊടുക്കുക, രണ്ടാമത്തെ മോന് 1/4 ഭാഗം കൊടുത്താൽ മതി, മോൾക്കൊന്നും കൊടുക്കണ്ട, അങ്ങനെയൊന്നും പറ്റില്ല. അതിനൊക്കെ നിയമമുണ്ട്. ആണുങ്ങൾക്ക് 2 വീതം, പെണ്ണുങ്ങൾക്ക് 1 വീതം. ഉമ്മാക്ക് വാപ്പാക്ക് 6/1, ഭാര്യയ്ക്ക് 8/1 അല്ലെങ്കിൽ 4/1. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ സ്വത്ത് ഭർത്താവിന് പകുതിയോ 4/1 കിട്ടും. അങ്ങനെയൊക്കെയുണ്ട്. അതായത് മക്കളുണ്ടെങ്കിൽ മക്കളില്ലെങ്കിൽ ആ രീതിയിലുള്ള നിയമങ്ങൾ നമ്മൾ സൂറത്ത് നിസായിൽ വ്യക്തമായി തുടങ്ങുമ്പോൾ തന്നെ കാണുന്നതാണ്. അപ്പോൾ പാരമ്പര്യാവകാശികളല്ലാത്തവർക്കുള്ളത് മാത്രമാണ് വിൽപത്രത്തിൽ എഴുതേണ്ടതുള്ളൂ. അതിലില്ലെങ്കിൽ മുഴുവൻ സ്വത്തും പാരമ്പര്യാവകാശികൾക്ക് പോവും. ഭാര്യയ്ക്ക് 8/1 അല്ലെങ്കിൽ 4/1 എന്ന് പറയുന്നത് 8/1 ഉണ്ട് മക്കൾ ഉണ്ടെങ്കിൽ. മക്കളില്ലെങ്കിൽ ഭാര്യയ്ക്ക് 4/1. അതുപോലെ ഭാര്യ മരിച്ചു, ഭർത്താവിന് പകുതിയാണ്, മക്കൾ ഇല്ലെങ്കിൽ, മക്കളുണ്ടെങ്കിൽ 4/1. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമാണ്. ആ കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. നമ്മളിത് പിന്തുടരാറുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് പിന്തുടർന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ഒരു ആയത്തിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അതായത് കുഫർ ആണ്. അത് കഴിഞ്ഞിട്ടെല്ലാം പൊത്തി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് അങ്ങോട്ട് ചെല്ലാം എന്ന് വിചാരിക്കണ്ട. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല കാനൽ മാലു ലിൽ വലദി വകാനത്തിൽ വസിയ്യത്തു ലിൽ വാലിദൈൻ ഫനസഖല്ലാഹു മിൻ ദാലിക മാ ഹബ്ബ ഫജഅല ലിദ്ദകരി മിസ്ല ഹദ്ദിൽ ഉൻസയൈനി വജഅല ലിൽ അബവൈനി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസ് വജഅല ലിംറഅതി സുംന വറുബാ വലിസൗജി ഷത്ര വറുബ. സ്വത്ത് മരണസമയത്ത് ദാനം ചെയ്യുന്നത്. സ്വദഖത്തി ഇൻദൽ മൗത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, ഏറ്റവും നല്ല ദാനം ഏതാകുന്നു? അദ്ദേഹം മറുപടി പറഞ്ഞു, നീ ആരോഗ്യവും ആവശ്യവും ഉള്ള സമയത്ത് ദാനം ചെയ്യുക, അല്ലെങ്കിൽ ആഗ്രഹവും അത്യാഗ്രഹവും ഉള്ള സമയത്ത്, നമുക്ക് എന്തോരം കിട്ടിയാലും മതിയാവാത്ത ആ ഒരു സമയവും ആരോഗ്യം, അതായത് ചെറുപ്പകാലത്തിൽ ദാനം ചെയ്യുക. അല്ലെങ്കിൽ നീ സമ്പന്നനാവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ സമ്പന്നതയെ സ്വപ്നം കണ്ട് നടക്കുമ്പോൾ നീ ദാനം ചെയ്യുക. പാവമാവുന്നതിനെ പറ്റി, അല്ലെങ്കിൽ പട്ടിണി വരുമോ എന്ന് പേടിക്കുമ്പോൾ നീ ദാനം ചെയ്യുക. ഇതൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും റബ്ബേ എന്ന് തോന്നിയാൽ ആ സമയത്ത് ദാനം ചെയ്യുക. അംബാനിയൊക്കെ കാണും അതുപോലെ ആവണമല്ലോ, അതായത് പണം വേണമല്ലോ എന്ന് തോന്നുമ്പോൾ അന്നേരം ദാനം ചെയ്യുക. മരണക്കിടക്കയിൽ എത്തുന്നത് വരെ കൊടുക്കാൻ നിങ്ങൾ വൈകിക്കരുത്. അതായത് അവിടെ എത്തിക്കഴിയുമ്പോൾ കിടന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ കൂലിയൊന്നുമില്ല, അതല്ലെങ്കിൽ മഹത്വം കുറവാണ്. ദാനം തന്നെയാണ്, പക്ഷേ എല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് അത് ആവശ്യമാണ്, അത്യാവശ്യമാണ്, അത്യാഗ്രഹമുള്ള പ്രായം, ഇനിയും വേണം എന്തോരം കിട്ടിയാലും മതിയാവില്ല, അങ്ങനെയുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പന്നനാവണമെന്ന് കൊതിയുണ്ട്, പാവപ്പെട്ടവനാവരുത് എന്ന് പേടിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് ദാനം ചെയ്യേണ്ടത്. മരണക്കിടക്ക വരെ താമസിപ്പിക്കരുത്. അന്നേരം നീ ഇത്ര ഇന്ന ആൾക്ക് ഇത്ര ഇന്ന ആൾക്ക് എന്ന് കൊടുക്കാൻ പറയുന്നതിനേക്കാളും നല്ലത് അതാണ്. ആ സമയത്ത് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ആ സമ്പത്ത് നിൻ്റെ അല്ല,
അത് ഇന്ന ആളുകളുടെ ആകുന്നു. അതായത് ആ സ്വത്ത് അവകാശികളായ മക്കളും ഭാര്യയും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആകുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ പിന്നെ ആ സ്വത്ത് നമ്മുടെ അല്ല. അവിടെ കിടന്നുകൊണ്ട് അത് വേറൊരാളുടെ സ്വത്ത് പിടിച്ചുപറിച്ച് സദക്കയോ സക്കാത്തോ കൊടുക്കാൻ പറ്റില്ല. നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റജുലുൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് അയ്യു സ്വദഖതി അഫ്ദൽ ഖാല അൻ തസദ്ദഖ വഅൻത സ്വഹീഹുൻ ഹരീസുൻ തഅമുൽ ഗിനാ വതഖ്ശൽ ഫഖറ വലാ തുംഹിൽ ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂമ ഖുൽത ലിഫുലാനിൻ കദാ വലിഫുലാനിൻ കദാ വഖദ് കാന ലിഫുലാൻ. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.